കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ലഹരി ഗുളികകൾ വിൽപ്പന നടത്തുന്നയാൾ പിടിയിൽ. പുതിയങ്ങാടി ഷാദുളി പള്ളിക്ക് സമീപത്തെ ഫിറാഷാണ് പിടിയിലായത്. ഡോക്ടർമാരുടെ വ്യാജ കുറിപ്പടി ഉണ്ടാക്കിയായിരുന്നു ഇയാൾ ലഹരി ഗുളികകൾ വാങ്ങിയത്. ആദ്യം സൗജന്യമായി ഗുളിക നൽകി അടിമയാക്കിയ ശേഷം പിന്നീട് പണം ആവശ്യപ്പെടുന്നതും വിൽപ്പനയുടെ ഏജന്റുമാരാക്കുന്നതുമായിരുന്നു ഫിറാഷിന്റെ രീതി. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് 71 നൈട്രോസൺ 10 ഗുളികകളും 99 ട്രെമാഡോ എൽ ഗുളികകളുമായി ഫിറാഷ് പിടിയിലായത്. മാട്ടൂൽ, പുതിയങ്ങാടി, മാടായി, പയ്യന്നൂർ, പാപ്പിനിശ്ശേരി എന്നിവിടങ്ങളിലെ സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ടായിരുന്നു ഫിറാഷ് മംഗലാപുരത്ത് നിന്ന് ലഹരി ഗുളികകൾ എത്തിച്ചിരുന്നത്. ഡോക്ടർമാരുടെ കുറിപ്പടി കൃത്രിമമായി നിർമ്മിച്ചാണ് പല സ്ഥലങ്ങളിൽ നിന്നും ലഹരി ഗുളികകൾ വാങ്ങുന്നത്. ആഡംബര കാറുകളിലായിരുന്നു ലഹരിക്കടത്ത്. ആദ്യം പണം വാങ്ങാതെ ഗുളികകൾ നൽകും. പിന്നീട് അടിമകളായി കഴിഞ്ഞാൽ പണം വാങ്ങുകയും പണത്തിന് പകരം വിൽപ്പനയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് ഇയാളുടെ രീതി. പ്രകാരം ഒരു കേസ് എടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഈ ഗുളികകളെല്ലാം മംഗലാപുരത്ത് നിന്ന് വാങ്ങി പഴയങ്ങാടി ഭാഗത്ത് സ്കൂൾ കുട്ടികൾക്കും മറ്റുള്ളവർക്കും വിതരണം ചെയ്യുന്നുണ്ട്. ലഹരി ഗുളികകൾ വാങ്ങുന്നവരെ തന്നെ ഏജന്റുമാരാക്കി വിൽപ്പന ശൃംഖലയും ഫിറാഷ് സൃഷ്ടിച്ചു. സോഷ്യൽ മീഡിയ വഴിയായിരുന്നു ഏകോപനം. എക്സൈസിന്റെ കസ്റ്റഡിയിലിരിക്കുമ്പോഴും ഫിറാഷിന്റെ ഫോണിലേക്ക് ഗുളികകൾ ആവശ്യപ്പെട്ട് നിരവധി കോളുകളാണ് വന്നത്. മാസങ്ങളായി ഇയാൾ നിരീക്ഷണത്തിലായിരുന്നെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ന്യൂസ് മലയാളം, കണ്ണൂർ.